മാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കന്മഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തിനീ നൽകേണം മടിയാതെ. നമ്മുടെ തത്വം ഇവനറിയിക്കേണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം മാത്രമിവൻ. ബ്രഹ്മജ്ഞാർത്ഥികളിലും ഉത്തമോത്തമനടോ. ഹനുമാനെ തത്വോപദേശം. ശ്രീരാമദേവനേവമരുളി ചെയ്തോരു നേരം മാരുതി തന്നെ വിളിച്ചേരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവടം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതൊടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. ത്വൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു ത്വൽസ്വരൂപത്തെ എറിഞ്ചവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ തൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടുകൂടെ എഴുന്നള്ളിയ കാലം. ക്രോധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം ശുദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലാരാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമാപത്നിയായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളയനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കു. ഉൾപുരാവരിയുടെ ചാപവും മുറിച്ചുടൽ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം ഉൾപോക്കു തൊടുത്തോരു ഭാർഗവാരാമൻ തൻ്റെ ദർപ്പവുമടക്കി വമ്പോടയോധ്യയ്ക്കു പൊക്കും. ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതാനും അഭിഷേകത്തിനാരംഭിച്ചാനതു. മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടുകൂടെ ചിത്രകൂടം പ്രാപിച്ചു വശിഷ്ഠകാലം താതൻ. വൃത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു മുതകക്രിയാദികൾ ചെയ്തു. ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാതനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ. പൊക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം. പുഷ്കര ശരവരവശന്മാരായി വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരീ ശൂർപണേഖ ലക്ഷ്മണനവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചുദ്ധത്തിനായി വന്നിതോ 14 സഹസ്രം പടയോടും. കൊന്നിതു 3 മുക്കാൽ നാഴിക കൊണ്ടു തന്നെ
പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചെന്നാൽ മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പോണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കൊണ്ടു മോക്ഷദാനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു വമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പോ തന്നോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണാജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രഭാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസിനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്തെയും ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകാന്തകൻ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു അനുവാദം കൈക്കൊണ്ട അയോധ്യയാം രാജ്യത്തിനഭിഷേകവും ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാം ജഗന്നാഥൻ യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയെ മുന്നെക്കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയനേകാനന്ദാത്മകാനാത്മാ രാമനദ്വയൻ വരൻ നിഷ്കളൻ വിദ്ധൻ ശൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരോ നിർവൃതമൊരു വസ്തു ചെയ്യുകയില്ലാരോ നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതോ താനെന്നു തോന്നിക്കുന്നു തന്മയാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനാതത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളാവാച പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ തേജോരൂപിണിയാകുമെന്നുടെ മായതെങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവരം ഓരോരോ ജലാശയം കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാം സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതുപോലെ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ എറിഞ്ഞിടാമാചാരകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഗ്ധന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോതും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു മൽഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമീ ഒരു നാളും തൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമൗരോപദേശമില്ലിന്മീരേ എന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത
രാമമാഹാത്മ്യമിദം പവിത്രം ഗുഹ്യതമം.